ഫെമിനിസം ഇപ്പോഴും ഫസ്റ്റ് വേവിൽ തന്നെ തങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു വിശ്വാസം കൊണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ ഇന്റർസെക്ഷണൽ ഫെമിനിസത്തിനെ കുറിച്ചിട്ട് കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ്, ജെൻഡർ ഐഡന്റിറ്റി, സെക്ഷൽ ഓറിയന്റേഷൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വലിയ ഒരു മൂവ്മെന്റ് ആണ് ഫെമിനിസം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ആർഗ്യൂ ചെയ്ത് തർക്കിച്ച് ബഹളം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പറഞ്ഞ ചില ഫാക്ച്വൽ ആയിട്ടുള്ള പോയിന്റ്സ് എടുത്തുകൊണ്ട് നമുക്ക് അതിനെ കൗണ്ടർ ചെയ്യാൻ നോക്കാം. ഇവർ പറഞ്ഞു ഫെമിനിസം അതിന്റെ ഫസ്റ്റ് വേവ് തന്നെ തങ്ങി കെട്ടിക്കിടക്കാന്നുള്ളത്. ഇപ്പൊ ആക്ച്വലി ഒരു ഫോർത്ത് വേവ് ആണ് അതിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർത്ത് വേവ് എത്തുമ്പോഴേക്ക് ഈ ജൂഡിത്ത് ബട്ട്ലറിനെ പോലുള്ള ഒന്ന് കേൾക്കും മാഡം പ്ലീസ്. ഐ ലിസൺ ടു യു റൈറ്റ്. യാ പ്ലീസ് ലിസൺ ടു മീ ആൽസോ. Please show men some respect, the same respect that you owe, right? So all I'm saying is feminism അതിന്റെ ഫസ്റ്റ് വേവിൽ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ ഒരു എന്താ പറയുക, ഈ വീട്ടിനകത്ത് ഒരു വീടൊരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് എന്ന രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് വലിയൊരു വേവ് നടന്നു. ഇപ്പം മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ നാലാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ബയോളജിക്കൽ സാധനം എന്ന് പറയുന്ന ഈ ജെൻഡർ എന്ന് പറയുന്നത് ഒരു തെറ്റായ കോൺസെപ്റ്റാണ്. ഈ ജെൻഡർ എന്ന് പറയുന്നത് വെറും ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ് എന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ബയോളജിയെ പൂർണ്ണമായും ഡിനൈ ചെയ്തുകൊണ്ടാണ് ഇവർ ഫെമിനിസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. പക്ഷേ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് റൈറ്റ്സ് വേണം, അല്ലെ ഫെമിനിസം, ഇതിനോടൊന്നും എതിർപ്പില്ല. ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഈ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമത്തിന് തുല്യമായിട്ടുള്ള പുരുഷന്മാർക്ക് നിയമം ഉണ്ടോ ഇവിടെ? BNS ഒരുപാട് ആർട്ടിക്കിൾസ് കോട്ട് ചെയ്ത് പറയാൻ പറ്റും. 63 അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി അങ്ങനത്തെ ഒരു റൈറ്റ് പറയാൻ പറ്റുമോ? റേപ്പിന്റെ ഡെഫിനിഷൻ തന്നെ ഒരു പുരുഷൻ കമ്മിറ്റ് ചെയ്യുന്ന ഒരു ക്രൈമാണ്. ഒരു റിവേഴ്സ് സൈക്കോളജി ഇല്ല, അല്ല അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല, അങ്ങനെ നിയമത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ പോലും ഇല്ല. ഞങ്ങൾക്ക് ആർക്കും ഇവിടെ സ്ത്രീകൾക്ക് റൈറ്റ്സ് വേണ്ട, അല്ലെ ഫെമിനിസം ഒരു തെറ്റായ കോൺസെപ്റ്റ് ആണ് എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ഫെമിനിസം ഒരു വലിയ എന്താ പറയുക, ഒരു ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഫെമിനിസം ഇസ് ജസ്റ്റ് ആൻ ഐഡിയോളജി. നിങ്ങൾ ഒരിക്കലും പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്നില്ല. പുരുഷന്മാർക്ക് നിയമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാദിക്കുന്നില്ല.